ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാധിക പ്രിയങ്കയ്ക്ക് പാചകം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാത്തത് കൊണ്ട് ഫോണിൽ കൂടെ കാണിച്ചു കൊടുക്കുകയാണ്. താനും അതുപോലെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും പ്രിയങ്ക അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ ഒപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ പായസമാണ് വെക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ പായസത്തിന് വേണ്ട ആദ്യത്തെ ഘട്ടങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. പായസം ഒരുപാട് വെന്തു പോകാൻ പാടില്ല. അത് തിളയ്ക്കുമ്പോൾ നീ ക്യാമറ അങ്ങോട്ടേക്ക് കാണിക്കണേ എന്ന് രാധിക പറയുന്നുണ്ട്. കുറേയൊക്കെ ആയി എന്ന് ഉറപ്പായപ്പോൾ പ്രിയങ്ക ഇങ്ങനെ പറയുന്നു, ഇനിയിപ്പോൾ ചേച്ചി ഫോൺ വെച്ചോളൂ, ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാമെന്ന്. എന്നാൽ രാധിക പറയുന്നു, അതൊന്നും പാകമായോ എന്ന് നോക്കിയില്ല എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് ഇതൊക്കെ പറഞ്ഞു തന്നതിൻ്റെ പേരിൽ എന്നേക്കാൾ വലിയ ആളായി എന്നുള്ള വിചാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ഫോൺ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാധിക ഇപ്പോൾ വിചാരിക്കുന്നു, പറയാതെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിറന്നാളിന് ഞാൻ എല്ലാം പാചകം ചെയ്തു. പ്രിയങ്ക ഇങ്ങനെ വിചാരിക്കുന്നു, കഴിയാൻ സമയത്ത് ആ പൂതനകളൊക്കെ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തൊരു ചൂടും പുകയോ ഇത്. ഇതൊന്നും ഏൽക്കാത്ത ഒരു ലൈഫായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. എൻ്റെ ആഗ്രഹം നടക്കുമായിരുന്നെങ്കിൽ, ഞാൻ സിനിമയിൽ എത്തുമായിരുന്നെങ്കിൽ എങ്ങനെ ജീവിക്കേണ്ടവളായിരുന്നു ഞാൻ എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലൈഫ് സ്വപ്നം കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പ്രിയങ്ക. അങ്ങനെ പ്രിയങ്ക ആ ഒരു ലൈഫ് ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. നായകൻ്റെ കൂടെ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു രംഗമാണ് ഇപ്പോൾ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയം പെട്ടെന്ന് ഒരു പാചകം ചെയ്ത എന്തോ ഒരു സാധനം കരിഞ്ഞു പോവുകയാണ്. അയ്യോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് നോക്കുകയാണ്. ഒന്ന് മാത്രമല്ല കരിഞ്ഞു പോയിരിക്കുന്നത്, എല്ലാം കരിഞ്ഞു പോയിരിക്കുന്നു. ഇങ്ങനെയാണ് ഇത് അവരുടെ മുന്നിൽ വിളമ്പുന്നത് എന്നൊക്കെ പ്രിയങ്ക വിചാരിക്കുന്നു. എന്നാൽ ഇതേ സമയം കൊണ്ട് രാധിക എല്ലാം പാചകം ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നു. മുത്തശ്ശി ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. പാചകം ചെയ്തതെല്ലാം മുത്തശ്ശി ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നു, ഇതെന്താടി, ഇവിടെ സദ്യ വല്ലതും ഉണ്ടോ? എന്തിനാണ് ഇത്രയും കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഈ കുടുംബത്തെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിനക്കറിയോ? ഉള്ള സാധനങ്ങൾ മുഴുവനും നീ ഇങ്ങനെ ദൂർത്തടിച്ച് കളയേണ്ട ആവശ്യമുണ്ടോ? ഇതെന്താ ഇന്ന് വരെ കാണാത്ത നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പിറന്നാളോ മറ്റോ ആണോ? അതിപ്പോൾ നിനക്ക് പ്രത്യേകിച്ച് തീയതി വല്ലതും നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 365 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വേണമെങ്കിലും എടുക്കാം. അങ്ങനെയുള്ള പിറവിയല്ലേ എന്നൊക്കെ മുത്തശ്ശി രാധികയോട് ഇങ്ങനെ പറയുകയും ദേഷ്യത്തോടെ സംസാരിക്കുകയും രാധികയുടെ മനസ്സിനെ മുറിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മുത്തശ്ശി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതിയാണ് ഞാൻ എന്നൊക്കെ സങ്കടത്തോടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് രാധിക പറയുന്നു. ഓ പിന്നെ എനിക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ അടുക്കളയിൽ കയറുന്നതോ നിന്റെ കൈകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നതോ എനിക്ക് കണ്ടുകൂടാ. അപ്പോഴാ സദ്യവട്ടം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി പുറത്തെടുത്തുകൊണ്ട് പോയി കളഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴാണ് രാധിക ഇങ്ങനെ കണ്ണുനീര് തുടയ്ക്കുന്നത്. ഓ വന്നല്ലോ അവളുടെ പൂങ്കണ്ണീര്. ഇനിയിപ്പോൾ ദേവനാരായണനും ആ യശോദയും വരുമ്പോൾ ഇങ്ങനെ അങ്ങ് നിന്നാ മതി. ഞാൻ എന്തോ അപരാധം ചെയ്തു എന്ന് അവരൊക്കെ വിശ്വസിച്ചോളുമെന്ന് മുത്തശ്ശി ഞാൻ ആരോടും പറയില്ല എന്ന് രാധിക. ഓ അത് പിന്നെ ഒരു പുണ്യമായി പോയി. അല്ലെങ്കിൽ തന്നെ നീ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചാണല്ലോ ഞാനിവിടെ കഴിയുന്നത്. നോക്ക്, ഇനി മുതൽ എന്താണ് പാകം ചെയ്യേണ്ടതെന്ന് യശോദ പറയും. നിന്റെ ഇഷ്ടത്തിന് നീ ഒന്നും ചെയ്യണ്ട. നിന്റെ തള്ളയും തന്തയും സമ്പാദിച്ചതൊന്നും ഇവിടെ കൂട്ടി വെച്ചിട്ടില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്ന സമയത്താണ് രാധികയുടെ ഫോണിലേക്ക് പ്രിയങ്ക വിളിക്കുന്നത്. രാധിക ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശി ദേഷ്യത്തോടെ വീണ്ടും ചോദിക്കുന്നു, ആരടി ഫോണില്? നിന്നോട് പറഞ്ഞ ഫോൺ എടുക്കാൻ? പ്രിയയാണെന്ന് രാധിക. വേണ്ട അങ്ങനെ നുണ പറഞ്ഞ് നീ എന്നെ പറ്റിക്കേണ്ട, ഫോൺ ഇങ്ങ് താടി എന്ന് പറഞ്ഞ് ഫോൺ ഓഫാക്കി വെക്കുകയാണ് മുത്തശ്ശി. രണ്ടാമത് വിളിക്കാൻ പ്രിയങ്ക ശ്രമിക്കുമ്പോഴും രാധികയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് മുത്തശ്ശി. എവിടുന്നെങ്കിലും ഏതെങ്കിലും ചെക്കന്മാർ വിളിക്കുന്നതായിരിക്കും, അതാ ഇങ്ങനെ കയ്യിൽ നിന്ന് മാറ്റാതെ കൊണ്ട് നടക്കുന്നത് എന്ന് മുത്തശ്ശി എന്നെ അങ്ങനെ ആരും വിളിക്കാനില്ല എന്ന് രാധിക പറയുമ്പോൾ വീണ്ടും മുത്തശ്ശി പറയുന്നുണ്ട്, നിന്നെ പ്രസവിച്ചവളുണ്ടല്ലോ, അവളോട് ചോദിച്ചാലും പറയും അങ്ങനെ യാതൊരു സമ്പർക്കവും ഇല്ലെന്ന്. പക്ഷേ വയറ്റിൽ നീ ഉണ്ടായി, പെറ്റ് വലിച്ചെറിയുകയും ചെയ്തു. എൻ്റെ നാവ് ചൊറിയുന്നുണ്ട്. നീ ഇതുപോലെ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചാലുണ്ടല്ലോ അരിഞ്ഞു കളയും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് മുത്തശ്ശി രാധികയുടെ മുന്നിൽ. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ മുത്തശ്ശി അവിടെ നിന്ന് പോയപ്പോൾ വളരെ സങ്കടത്തോടെ രാധിക നിൽക്കുന്നു. ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. നാശം, ഇപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് വരുമല്ലോ, എന്തെടുത്ത് കൊടുക്കാനാ എന്നൊക്കെ പ്രിയങ്ക വിചാരിക്കുന്നു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ പ്രിയങ്ക ഒരു ഹോട്ടലിലേക്ക് വിളിച്ച് ലഞ്ചിന് 10 പേർക്കുള്ള ഒരു ഓർഡർ കൊടുക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നു ലഞ്ചിൻ്റെ ഓർഡർ എടുക്കുന്നില്ല എന്ന്. പ്ലീസ്, ഒരു ഫംഗ്ഷൻ്റെ കാര്യമാണ്,
ഓൾറെഡി ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു. ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ്. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പ്രിയങ്ക. ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ കിച്ചണിലേക്കൊന്ന് ചോദിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ കിച്ചണിൽ പോയി അവരോട് ചോദിച്ച് നോക്കുന്നുണ്ട്. ഇതേ സമയം കൽപ്പന കിച്ചണിൻ്റെ ഭാഗത്തോട്ടേക്ക് വരുന്നുണ്ട്. തമ്പുരാട്ടിയുടെ പാചകം ഏതുവരെയായെന്നൊന്ന് നോക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ കിച്ചണിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് വന്ന് നോക്കുകയാണ് കൽപ്പന. അവിടുത്തെ ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ലല്ലോ, ഇവിടെ ഓടിപ്പോയോ എന്നൊക്കെ കൽപ്പന. അദ്ദേഹം ഇപ്പോൾ പ്രിയങ്കയെ വിളിച്ചിട്ട് ചോദിക്കുന്നു, അല്ല മേഡം 10 പേരുടെ സദ്യയല്ലേ പറഞ്ഞത്? അഡ്ജസ്റ്റ് ചെയ്യാം മേഡം. വളരെ സന്തോഷത്തോടെ പ്രിയങ്ക പറയുന്നു. ഓ താങ്ക് യു. എത്ര സമയം കൊണ്ട് ഫുഡ് ഡെലിവറി ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നു. സ്ഥലം പറയാൻ അദ്ദേഹം പറയുന്നു. ശ്രീകൃഷ്ണപുരത്താണ്. ഹൈവേന്ന് കട്ട് ചെയ്ത് ഒരു 500 മീറ്ററേ ഉള്ളൂ. കണിമംഗലം തറവാട് എന്നൊക്കെ പ്രിയങ്ക. അങ്ങനെ ഇപ്പോൾ അഡ്രസ്സ് എഴുതി എടുക്കുകയാണ് അദ്ദേഹം. പ്രിയങ്ക കറക്റ്റായിട്ട് തന്നെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. കൽപ്പന ഇങ്ങനെ വിചാരിക്കുന്നു, ഓ അപ്പോൾ പാചകറാണിയുടെ പാചകമേറ്റില്ല, ഹോട്ടലിൽ നിന്ന് വരുത്തി ഞെട്ടിക്കാനുള്ള പ്ലാനാണ് എന്നൊക്കെ എല്ലാം ഇങ്ങനെ വിചാരിക്കുന്നു. അകത്ത് നടന്ന കാര്യങ്ങളും അറിയുകയും ചെയ്തു. ആ ഹോട്ടലിൻ്റെ സദ്യ ഒരു ബ്രാൻഡല്ല, എത്രയും പെട്ടെന്ന് കൊടുത്തു വിടണേ എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വരുണിൻ്റെ ബർത്ത്ഡേ. ദേവനാരായണൻ തിരുമേനിയുടെ മകളുടെ കൈപുണ്യം അറിയാൻ വേണ്ടി കൈ കഴുകിയെത്തുന്നവർ അവരുടെ മുന്നിൽ നീ തല ഉയർത്തില്ല മോളെ എന്നൊക്കെ കൽപ്പന വിചാരിക്കുന്നു. പ്രിയങ്കയാണെങ്കിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ അത്രയും തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ട് കളയുന്നു. ഗൗതമും ഉർവശിയും മുറിയിലിരിക്കുകയായിരുന്നു. കൽപ്പന അവിടേക്ക് വന്നിട്ട് വാതിൽ കുറ്റിയിട്ടിട്ട് അവിടുത്തെ കാര്യങ്ങൾ പറയുന്നു. പ്രിയങ്കയുടെ സദ്യവട്ടങ്ങൾ കാണാൻ പോയതാണ് ഞാൻ. എത്രമാത്രം കറികളാണെന്നോ, അതിൻ്റെ നിറം കണ്ടാൽ തന്നെ കൊതിയാവും എന്നൊക്കെ കൽപ്പന. സത്യമാണോ അവൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ ഇങ്ങനെ വെപ്രാളത്തോടെ ചോദിക്കുകയായിരുന്നു ഉർവശി. എൻ്റെ അമ്മായി, എൻ്റെ ചെറിയമ്മ അവൾക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വിളമ്പാൻ പോകുന്ന പാത്രത്തിൽ 5-6 കരിക്കട്ട മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് അവർ ചിരിക്കുന്നു. അവൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് കൽപ്പന പറയുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവൾ ഉച്ചയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും നല്ലൊരു ഹോട്ടലിൽ നിന്ന്. അത്രയും നല്ല ഹോട്ടലിലെ ഭക്ഷണമാണ് അവൾ മേശപ്പുറത്ത് വിളമ്പുന്നതെങ്കിൽ അവളെ എല്ലാവരും അഭിനന്ദിക്കും അല്ലേ എന്ന് കൽപ്പന പറയുമ്പോൾ ഗൗതം പറയുന്നു, പിന്നെ ആ ഹോട്ടലിലെ ഭക്ഷണം ബെസ്റ്റ് അല്ലേ, അതിനെന്തൊക്കെ റിസ്ക് ഉണ്ട്. ഓർഡർ ചെയ്ത ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം നമ്മുടെ വീട്ടിലെത്തണം, ആരും അറിയാതെ അവൾ അതൊക്കെ വാങ്ങണം, അടുക്കളയിൽ എത്തണം, എന്നിട്ട് നമുക്ക് അതൊക്കെ വിളമ്പി തരണം. ഇതിനിടയിൽ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ എന്ത് ചെയ്യും പാവം കുട്ടി എന്നൊക്കെ കൽപ്പന വിചാരിക്കും. കൽപ്പനയ്ക്ക് എന്താ വേണ്ടത്? ആ ഭക്ഷണം ഇവിടെ എത്താൻ പാടില്ല അല്ലേ എന്ന് ഗൗതം. അതെ, ആ ഭക്ഷണം കണിമംഗലത്ത് വരാൻ പാടില്ല. ഉച്ചനേരത്തെ കൈ കഴുകി ഭക്ഷണം കഴിക്കാനിരിക്കുന്നവർക്ക് ശൂന്യതയിൽ നിന്ന് അവൾ എന്ത് വിളമ്പാനാ? പിന്നെ വേറൊരു മാർഗമുണ്ട്. അങ്ങനെ ഒരു നാണക്കേടിന് നിൽക്കാതെ അവൾക്ക് ഇവിടുന്ന് സ്ഥലം വിടാം എന്നൊക്കെ കൽപ്പന. ഫുഡിൻ്റെ കാര്യം ഞാൻ ഏറ്റു, അതിങ്ങോട്ട് എത്തില്ല എന്ന് ഗൗതം. ഇതിനു മുന്നേ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ കുളമാക്കി കൈ തന്നിട്ടുണ്ട്. ഈ കാര്യം ഗൗതമനെ കൊണ്ട് നടക്കില്ല എങ്കിൽ കൃത്യമായി പറയണം, ഞാൻ വേറെ ആളെ കണ്ടെത്തിക്കൊള്ളാമെന്ന് കൽപ്പന പറയുന്നു. ഇവിടെ എനിക്ക് ജയിക്കാനൊരവസരത, ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഗൗതം. അല്ല കൽപ്പനെ, നമ്മളെന്തിനാ ഈ ഭക്ഷണം തടയുന്നത്? നേരെ അടുക്കളയിലേക്ക് ചെന്ന് ചേച്ചിക്കും അമ്മയ്ക്കും ആ ഭക്ഷണം കാണിച്ചു കൊടുത്താൽ പോരെ എന്ന് ഉർവശി പറയുന്നു. ഇപ്പോൾ നമ്മൾ ചെന്ന് വിളിച്ചാൽ മുത്തശ്ശി എന്താ പറയുന്നത്? അടുക്കളയിൽ ആരും കയറണ്ട എന്ന് പ്രിയങ്ക പറഞ്ഞിട്ടുണ്ടെന്ന്. അതെന്തായാലും തെറ്റിക്കുന്ന പ്രശ്നമില്ല. മാത്രമല്ല നമ്മളെല്ലാവരും സംശയരോഗികളാണെന്ന് പറയും. എന്തിനാ ചെറിയമ്മേ, നമ്മൾ കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല, അല്ലാതെ അവളെ ജയിപ്പിച്ചോളും. എല്ലാം കഴിഞ്ഞ് എനിക്ക് അമ്മയുടെ മുഖം ശരിക്കും ഒന്ന് കാണണമെന്ന് എന്ന് ഉർവശി പറയുന്നുണ്ട്. കൽപ്പന പറയുന്നു, വരുണിന് പ്രിയങ്കയെ ആദ്യമേ ഇഷ്ടമല്ല. സ്വന്തം പിറങ്കാള് അലങ്കോലമാക്കിയതിൻ്റെ ദേഷ്യം കൂടിയാകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു പൊട്ടിത്തെറി സംഭവിക്കാം. ദേവനാരായണ തിരുമേനിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കിടാവിളക്ക് അതേ വീട്ടിൽ തന്നെ തിരിച്ചെത്താൻ അധിക സമയമൊന്നും വേണ്ട. ഗൗതം പറയുന്നുണ്ട്, വെട്ടി വീഴ്ത്തിയിട്ടേ കൽപ്പന അടങ്ങൂ അല്ല എന്ന്. വീഴ്ത്തണമെന്ന് തോന്നിയാൽ പിന്നെ അങ്ങനെയാണ്, അത് കഴിഞ്ഞേ കൽപ്പന ഉറങ്ങൂ എന്ന് കൽപ്പന പറയുന്നു. ഇതേസമയം ഫുഡുമായി അവിടേക്ക് ഡെലിവറി ബോയ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ ഗൗതം കാണുന്നുണ്ട്. നിങ്ങൾ ഹോട്ടലിൽ നിന്നല്ലേ, കണിമംഗലത്തുള്ള ഫുഡ് ഓക്കെ അല്ലേ എന്നൊക്കെ ഗൗതം അയാളോട് ചോദിക്കുന്നു. ഓക്കെ ആണെന്ന് അദ്ദേഹം. സോറി, എൻ്റെ വൈഫാണ് ഓർഡർ ചെയ്തത്, നിങ്ങളെ കാണാതെ ഞാനത് തിരിഞ്ഞിറങ്ങിയതാണെന്ന് ഗൗതം പറയുന്നു. വീട്ടിൽ ലേറ്റായിട്ടല്ലേ ഓർഡർ ചെയ്തത്, ഞങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് അല്ല എന്ന് അയാൾ പറയുന്നു. ഇറ്റ്സ് ഓക്കെ, അവിടെ ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് ഓക്കെയാണ്, ഫുഡ് വണ്ടിയിലേക്ക് വെക്കാമെന്ന് ഗൗതം പറയുന്നു. അങ്ങനെ ആ ഫുഡ് ഇപ്പോൾ ഗൗതമിന് കൊടുക്കുകയാണ് അയാൾ. എല്ലാം വാങ്ങിച്ചിട്ട് ഗൗതം വണ്ടിയിലേക്ക് വെച്ചു. ബില്ലും സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഇതേസമയം എല്ലാവരും ഹോളിൽ ഇരിക്കുകയാണ്. പരമേശ്വരൻ പറയുന്നു, എന്തായാലും പ്രിയങ്ക മോളോട് കാണിച്ചത് കുറച്ച് കടന്ന കൈയായിപ്പോയി അമ്മേ. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും പേർക്ക് വെച്ച് വിളമ്പോ എന്ന് വെച്ചാൽ അത് സാധാരണ കാര്യമാണോ?
പ്രിയങ്കയ്ക്ക് അതൊക്കെ നിസ്സാരമല്ലേ. പ്രിയങ്ക തന്നെയാണ് എല്ലാവരോടും അടുക്കളയിൽ നിന്ന് പുറത്തു പോകാനായി പറഞ്ഞത് എന്ന് കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട്, അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലാത്തവൾ അങ്ങനെയൊക്കെ പറയുമോ? അതെന്താ അവളെ അങ്ങനെ പറയാൻ കാരണം? അവളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉർവശിയും കൽപ്പനയും കൈയൊഴിഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് എന്ന് പത്മിനി പറയുമ്പോൾ ചെറിയച്ഛൻ ചോദിക്കുന്നുണ്ട് ഉർവശിയോട്, തനിക്ക് എന്താണ് പറ്റിയതെന്ന്. മുത്തശ്ശി പറയുന്നു, ഉർവശിക്ക് ഇത്രയും മാരകമായ അസുഖം വന്നിട്ട് നീ ഇതൊന്നും അറിഞ്ഞില്ലേ? ഉർവശിയുടെ ഒരു കൈ വല്ലാണ്ട് തരിക്കുന്നു. അനങ്ങാനും വയ്യാച്ച് കിടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത്. അസുഖം ഭേദമായാൽ പിന്നെ അവിടെ കിടക്കണ്ടല്ലോ. കൽപ്പനയ്ക്ക് വല്ല അസുഖം ഉണ്ടായിരുന്നോ എന്ന് സൂര്യ കൽപ്പനയോട് ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു, എനിക്കൊരു അസുഖമില്ല. ആഹാരം ഉണ്ടാക്കിയത് വിളമ്പിയിട്ട് ഇവിടെ ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഞാൻ സഹായിക്കില്ല. അതിരിക്കട്ടെ, ആരെങ്കിലും പ്രിയങ്ക മോളോട് സഹായം വല്ലതും വേണമെന്ന് ചോദിച്ചു നോക്ക്. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ എന്നൊക്കെ പരമേശ്വരനും പറയുന്നു. അങ്ങനെ ഇപ്പോൾ പ്രിയങ്കയുടെ അടുത്തേക്ക് പോവുകയാണ് മുത്തശ്ശി. വാതിലിനെ പുറത്തു നിന്നിങ്ങനെ പ്രിയങ്ക മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എല്ലാം തയ്യാറായോ എന്ന് ചോദിക്കുന്നു. ഒരു 10 മിനിറ്റോടെ മുത്തശ്ശി, ഞാനൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രിയങ്ക. മോളെല്ലാം തനിച്ച് ചെയ്യേണ്ട നിർബന്ധമുണ്ടോ? അമ്മ വരും വേണമെങ്കിൽ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. അയ്യോ വേണ്ട, എല്ലാം റെഡിയായിട്ടുണ്ട്, ഞാൻ വിളിക്കാം മുത്തശ്ശി എന്ന് പറയുകയാണ് പ്രിയങ്ക. അങ്ങനെ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും അവിടെ നിന്ന് പോയി. വെപ്രാളത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് പ്രിയങ്ക. എന്ത് ചെയ്യും എന്നറിയാതെ. എന്ത് പറഞ്ഞമ്മേ അവള് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പത്മിനി. ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്, എന്തോ ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മുത്തശ്ശി പറയുന്നു. അതെ, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഈ കുറ്റവും കുറവൊന്നും കണ്ടുപിടിക്കരുത്. കഴിച്ചു കഴിഞ്ഞിട്ടേ കൃത്യമായ അഭിപ്രായം പറഞ്ഞാൽ മതി. എന്താ വരണേ എന്നൊക്കെ ബിജു ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു, എനിക്ക് ഈ ഗെയിമിൽ വലിയ താല്പര്യമില്ല. പിന്നെ പിറന്നാള് എൻ്റെ ആണല്ലോ എന്നോർത്ത് സഹിച്ചു നിൽക്കുന്നതാണ്. പ്രിയങ്കയുടെ സ്വഭാവം ആറ്റിറ്റ്യൂഡും വെച്ച് ഇതൊരു മത്സരമാണെങ്കിൽ പ്രിയങ്ക തന്നെ ജയിക്കും, അതെനിക്ക് ഉറപ്പാണെന്ന് സൂര്യ. ഹോട്ടലിൽ നിന്ന് വരുന്ന ഭക്ഷണവും കാത്തിരിക്കുകയായിരിക്കും അവള്. ആ ഭക്ഷണത്തിന്റെ ശവസംസ്കാരം ഇപ്പോൾ നടന്നിട്ടുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കൽപ്പന. ഇതേ സമയം കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ അത്രയും തന്നെ ഗൗതം ഒരു കുഴി വെട്ടി മൂടുന്നുണ്ട്. അതിനുവേണ്ടി കുഴി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൗതം. ഓരോ പാക്കറ്റും ആ കുഴിയിലേക്ക് ഇടുകയാണ്. ടെൻഷനോടെ നിൽക്കുകയായിരുന്നു പ്രിയങ്കയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.